അല്ലെങ്കിൽ നമ്മുടെ സന്ദീപ് റെഡ്ഡി വാങ്ങി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് സ്പിരിറ്റ് എന്ന സിനിമ. ഈ സിനിമയിൽ നമ്മുടെ പ്രഭാസാണ് നായകനായിരുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയിൽ നമ്മുടെ കൊറിയൻ താരമായി ഡോങ്ലി പ്രധാന വേഷത്തിൽ വരുന്നുള്ള റൂമറൊക്കെ വന്നിരുന്നു. അതിൽ ഈ സിനിമയിൽ പുള്ളിക്കാരൻ ഉണ്ടാവില്ല എന്നാണ് കേൾക്കുന്നത്. പകരം മറ്റൊരു നടനായിരിക്കും സിനിമയിൽ വില്ലനായി വരുന്നതാണ് കേൾക്കുന്നത്. എന്തായാലും ഒരു വലിയൊരു നടനായിരിക്കും സിനിമയിൽ വില്ലനായി വരുന്നതാണ് കേൾക്കുന്നത്. ഒരു പടം എങ്ങനെ വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതുപോലെ തന്നെ ഈ സിനിമയിൽ നമ്മുടെ അനിമലിത്തെ നടിയൊക്കെയാണ് സിനിമയിൽ വരുന്നത്. സിനിമയിൽ നമ്മുടെ പ്രഭാസ് ഒരു പോലീസ് ഓഫീസറിൻ്റെ വേഷത്തിലാണ് വരുന്നതെന്ന് പറയും. എന്തായാലും ഈ സിനിമയിൽ നമ്മുടെ ഡോങ്ലി അണ്ണൻ ഉണ്ടാവില്ല എന്നാണ് കേൾക്കുന്നത്. അതിൽ പുള്ളിക്കാരൻ അതിനു പകരം നമ്മുടെ സെലാർ 2 ഉണ്ടാകുമെന്നുള്ള റൂമറും വരുന്നുണ്ട്. ഇത് എത്രത്തോളം സത്യം എന്നറിയില്ല. എന്തായാലും നമ്മുടെ ഡോങ്ലി സെലാർ 1 കണ്ടിട്ടുണ്ടെന്ന് പറയും. ചിലപ്പം അതുകൊണ്ടാവും സിനിമയിൽ സെലാർ 2 സിനിമയിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. പുള്ളിക്കാരൻ സെലാർ 1 കണ്ടതുകൊണ്ട് സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടാവും ആളുകൾ പറയുന്നത് സിനിമയിൽ സെലാർ 2 പുള്ളിക്കാരൻ ഉണ്ടാകുമെന്ന്. എന്തായാലും കാത്തിരുന്ന് കാണാം വരുമോ ഇല്ലയെന്ന്. അതുപോലെ തന്നെ നമ്മുടെ സ്പിരിറ്റ് എന്ന സിനിമ നമ്മുടെ സന്ദീപ് റെഡ്ഡി വാങ്ങിയുടെ വലിയൊരു ഹൈപ്പിൽ വരുന്നൊരു സിനിമയാണെന്ന് പറയും. പുള്ളിക്കാരൻ അർജുൻ റെഡ്ഡി അതുപോലെ അനിമൽ എന്ന സിനിമയൊക്കെ എടുത്ത് പീക്കിൽ നിൽക്കുന്ന ഒരു ഡയറക്ടറാണ് ഇപ്പോൾ എന്ന് പറയാം. എന്തായാലും സ്പിരിറ്റ് എന്ന സിനിമ എങ്ങനെ വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതിൽ നമ്മുടെ പ്രഭാസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു പരിപ്പാട സിനിമകളാണ് ചെയ്തു പോകേണ്ടതെന്ന് പറയാം. ഒരു പീക്ക് വരുന്ന സിനിമ കിട്ടിയിട്ട് കുറേ കാലമായി എന്ന് പറയാം. അവസാനം വന്നത് കൽക്കി സലാറൊക്കെ ആയിരുന്നു. അതിനുശേഷം രാജാ സാബൊക്കെ ഭയങ്കര ഷോക്കായിട്ടുള്ള സിനിമയായിരുന്നു പറയാം. രാജാ സാബ്, ആദിപുരുഷ എന്ന സിനിമകളൊക്കെ. എന്തായാലും സ്പിരിറ്റ് എന്ന സിനിമ ഒരു കിടിലൻ സിനിമയുള്ള ചാൻസ് എല്ലാം ഉണ്ടെന്ന് പറയും. കാരണം ഈ സിനിമയുടെ ഡയറക്ടർ സന്ദീപ് റെഡ്ഡി വാങ്ക എന്ന് പറയാം. അതിൽ ഒരു കിടിലൻ പടമാകട്ടെ എന്ന് നമുക്ക് പറയാം.